എന്തോ പന്തികളുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചു. ആ ചേച്ചി അലുമിനിയം വീട്ടിന് വന്നാന്ന് തോന്നുന്നു. നമ്മൾ ഇടപെടണോ? കണ്ടിട്ടൊരു പാവം ചേച്ചിയാന്ന് തോന്നുന്നു. എടാ നിക്ക് നോക്കട്ടെ. എന്നാടാ? എടാ നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. വേറൊരുത്തൻ. അതെ, ആ പുള്ളിയുടെ ആളാന്ന് തോന്നുന്നു. നമുക്ക് നല്ല ഇടി കിട്ടും. ഒന്ന് കിട്ടാൻ ഞാൻ 2 തിരിച്ചു കൊടുക്കും. പോരെ? ആ, നീ ഉള്ളതുകൊണ്ട് വരാം. എനിക്ക് കിട്ടുന്ന പകുതി അങ്ങ് മേടിച്ചോണം. നീ വാടാ. ചേച്ചി. അല്ല ചേച്ചി, ഇവിടെ ഇരുന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. എന്ത് ബുദ്ധിമുട്ട്? അല്ല ചേച്ചി, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആരൊക്കെയോ നോക്കി നിൽക്കുന്നു. എന്തോ ദുരൂഹത തോന്നി, അതാ ചോദിച്ചത്. ചേച്ചി, ഞങ്ങളിവിടെ പഠിച്ചിട്ട് പോയതാ, അലുമിനിക്ക് വന്നതാ. ചേച്ചിക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. വേണം മക്കളെ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ആരാ ചേച്ചി അവര്? എന്നാ പ്രശ്നം എന്നാ? ഇരിക്കും മക്കളെ, ഞാൻ പറയാം. ബാ ഇരിക്കും. നിങ്ങൾ ഏത് ബാച്ചായിരുന്നു മക്കളെ? ഞങ്ങൾ 2004 ഹിസ്റ്ററി ബാച്ച്. അടിപൊളി. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു 87. ഞാൻ ഹിസ്റ്ററി ആയിരുന്നൊന്നും ആരോടും പറയത്തില്ല. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എക്കണോമിക്സ്. അല്ലേ ചേച്ചി, ഇവിടെ ഇപ്പൊ എന്നാ പ്രശ്നം? ആരാ ഇവരൊക്കെ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവരെൻ്റെ പിന്നാലെ ഉണ്ട് മോനെ. പരിപാടി കഴിഞ്ഞിട്ട് ഞാനിവിടെ പേടിച്ചിരുന്നതാ മോനെ. അവരെൻ്റെ പുറകെ വരും. ചേച്ചി പേടിക്കൊന്നും വേണ്ട ചേച്ചി. ചേച്ചിയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. എന്നാ എണ്ണീ ചേച്ചി, നമുക്കേ എന്നാ വരുമെന്ന് നോക്കാം. ദേണ്ട മക്കളെ, അയാൾ വരുന്നുണ്ട്. നീയൊക്കെ ഏടാ പിള്ളേരെ? ഇവിടൊക്കെ തന്നെ ഉള്ളതാ ചേട്ടാ. ഇവിടെ എന്നാ പരിപാടി? ഞങ്ങളും അലുമിനിക്ക് വന്നാ. എടാ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ വീട്ടിൽ പോയിക്കൂടെ? ചേട്ടൻ ഞങ്ങളെ പറഞ്ഞുവിടാൻ നിൽക്കണ്ട. ചേട്ടൻ ആദ്യം സ്ഥലം വിടാൻ നോക്ക്. എടി ഏതാടി ഈ പീറ പിള്ളേരെ? ഞങ്ങൾ ആരെങ്കിലും ആട്ടെ, ചേട്ടൻ എന്തിനാ ഇവിടെ സീൻ ഉണ്ടാക്കുന്നത്? എടാ നിനക്കൊക്കെ ഇവൾ ആരാന്ന് അറിയാവോ? ആരാ? ആ ചോദിക്ക, അവളോട് ചോദിക്ക. ചേച്ചി ആരാ? ഈ ചേട്ടൻ ഏതാ? ഇയാൾ വണ്ടി കോളേജിൽ വെച്ചിട്ട് പുറകെ നടന്നതാ. എന്നെ ശല്യമായിരുന്നറിയാവോ? അതെ, പിന്നെയും പുറകെ വന്നേക്കുവാ. അയ്യേ, എന്നതാ ചേട്ടാ ഇത്? ബാക്കി കൂടെ കേൾക്കണമോനെ? നീക്ക് നാണമില്ല ഞാൻ പോകുന്നതിൻ്റെ ഒക്കെ പുറകെ വരാം. നാണമില്ല? ഞാൻ ചോദിച്ച കാര്യം അംഗീകരിക്കുന്നിടം വരെ ഞാൻ നിന്റെ പുറകെ വരും. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ടേ നല്ല പരിചയക്കാരെ പോലെ ഉണ്ടല്ലോ. വലിയ പരിചയമൊന്നുമില്ല മക്കളെ, എന്റെ കെട്ടിയോളാ. കെട്ടിയോളോ? ചേച്ചി പിന്നെ എന്നതാ ഒരു ഗുണ്ടാവിളയാട്ടം സെറ്റപ്പ്. ഗുണ്ടാവിളയാട്ടമൊന്നും അല്ലാവേ. പണ്ട് ഇവിടെ പിന്നാലെ കാമസി കൂടെ നടന്നൊക്കെ ഓർത്തപ്പം ഒരു ലവ് വന്നതാ. എടാ മോനെ, നിനക്കറിയോ ഇവളിന്ന് എന്നോട് പറയാതെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വന്നു. ഞാൻ അതറിഞ്ഞുകൊണ്ട് ഇവിടെ പുറകെ വന്നതാ. അവളോടും ചോദിച്ചു പഴയതുപോലെ ഇതിലേക്കൊന്ന് കറങ്ങി നടന്നാലെന്ന് വെച്ചപ്പോ എന്നതാ ചേച്ചി ഇത്? ഉള്ളതാണോ? അന്ന് ഈ മരത്തണലിൽ വെച്ച് ഇലഞ്ഞിപ്പൂമാല കോർത്ത് നിന്റെ മുടിയിൽ കെട്ടി തന്നപ്പോ നിനക്ക് ഈ നാണമൊന്നും ഇല്ലായിരുന്നു. ആഹാ, അമ്പടി ചേച്ചി. ഒന്ന് പോ സജീവണ്ണ. ഈ പിള്ളേരൊക്കെ എന്നെ ഓർക്കും. ഇവന്മാരും ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ? അന്ന് ഇവിടെ വെച്ചല്ലേ എന്നെ കറമ്പിന്ന് വിളിച്ചത്. അപ്പൊ നീ കുറുമ്പാന്ന് വിളിച്ചതോ? അതൊന്ന് സ്നേഹം ഉണ്ടായിരുന്നോണ്ടല്ലേ. ഇപ്പൊ നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ കാര്യം നീ അംഗീകരിക്കാത്ത. നേരത്തെ പറയുന്ന കേട്ടല്ലോ, എന്നതാ കാര്യം? ചേച്ചി, അത് എന്നതായാലും ഒന്ന് അംഗീകരിച്ചു കൊടുത്തുകൂടെ? ഇത് ഞാൻ വേറെ പണിയില്ല മക്കളെ, ഭ്രാന്ത. വേറെ വല്ല പണി നോക്കാൻ പറ. ശല്യം. എന്നതാ ചേച്ചി, ഞങ്ങൾ വന്നതാണോ പ്രശ്നം? അതൊന്നുമല്ല മക്കളെ.